ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ഡിസാസ്റ്റർ സെർവറിൻ്റെ പാർട്ട് 19 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈസറിൻ്റെ പട്ടിയെ ഓടിക്കുന്ന പോലെയായിരുന്നു ഓടിച്ചത്. എന്നിട്ട് ആ വീഡിയോയ്ക്കകത്ത് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു റൈസറിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞ് തരുന്ന ഇട്ടിട്ട് ഉറപ്പാന്ന് തോന്നുന്നു. ഇട്ടില്ലല്ലേ? ആയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റോയൽ ഗെയിമിങ് കൂടെ കുറേ ദൂരം നടന്ന് റൈസർ നമ്മൾ തീപ്പി അടിച്ചതെന്നും അറിയാം. അങ്ങനെ സഹിക്കിട്ട് റോയൽ ഗെയിമിങ് ഇറങ്ങിപ്പോയെന്നും അറിയാം. ആൻഡ് ഫൈനലി ഞാൻ എന്തൊക്കെയോ പറഞ്ഞാണ് സമ്മതിപ്പിച്ച് റോയൽ ഗെയിമിങ്ങിനെ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഞാനിവിടെ വീണു. അതെന്തും പറഞ്ഞാൽ വീണെന്നറിയാവോ? ഞാൻ എൻ്റെ MLG ചെയ്യാൻ പോവാം. അതേ കൈസ് MLG എൻ്റെ ഇൻവെൻറ്ററിൽ ഐറ്റംസൊക്കെ നോക്കി ഇത് വെച്ചാണ് ഞാൻ MLG ചെയ്യാൻ പോയത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സീരിയസ് ആവണം, ചളി അടിച്ചിരിക്കാൻ പാടില്ല. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാനും എൻ്റെ ടീമേറ്റും കൂടെ ഇവിടെ ഈ ബ്രീഡർ ഫാം ഉണ്ടാക്കുന്ന പണി തുടങ്ങിയായിരുന്നു. അവൻ ഏകദേശമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കി ഞാനാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജോലിയെല്ലാം ചെയ്യുന്നത്? ഇല്ല. ഇന്നത്തെ വീഡിയോക്ക് ജോലി ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ ചളി മാത്രമേ അടിക്കാറുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലോക്സ് ഗെയിമറിൻ്റെ കയ്യിൽ ആർമറെല്ലാം പോയി. അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ആർജവനൊക്കെ ഒന്നൊന്നാണ്. അവൻ AFK ചെയ്യുന്നപ്പം. അപ്പോൾ അവൻ എൻ്റെ ഡയമണ്ട് ആർമർ ചോദിച്ചു, ഡയമണ്ട് റോൾസും ചോദിച്ചു. ഞാനത് കൊടുത്തു. കാര്യം ഇപ്പം അവൻ ആർജിനെ കൊല്ലാനാണ് പോകുന്നത്. ആർജിനെ കൊന്നാണോ അതൊക്കെ പിന്നെ അറിയാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ അവൻ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ്. ഞാനാണ് ഡിസ്കോഡിലും കയറാൻ പറഞ്ഞ്. ഓക്കെ, അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ എന്താ പറയുന്നത്, ഞാൻ ഡിസ്കോഡിൽ കയറിയിട്ട് അവൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളും കേട്ടോ. ആർജി അവൻ എവിടെയാണെന്നറിയാവോ? എന്റെ ഐറ്റം വെച്ചാ എന്റെ എല്ലാ ഐറ്റം ബാക്കപ്പ് എടുത്ത് വെച്ചേക്കെ ഇങ്ങനത്തെ ആവശ്യത്തിന് ഫുൾ പ്രോട്ടാർ. ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഫുൾ പ്രൊട്ടക്ഷൻ ഫോർ ഫുൾ മാക്സ് ഔട്ട് ആർമർ ഉണ്ട് എന്റെ കയ്യില്. തീർന്നു. നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചാണ് നെയിം ടാഗിൻ്റെ മണ്ടക്ക് RG. ഞാൻ ആ നെയിം ടാഗ് ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു അത് ലോക്സ് ഗെയിമർ ആയിക്കുമെന്ന്. അതുകൊണ്ടാണ് അവൻ്റെ പുറകിൽ പോയത്, ആർജിനെ തപ്പുന്നു എന്ന് വിചാരിച്ച്. ഞാൻ അപ്പോഴാണ് സത്യസന്ധത മനസ്സിലാക്കുന്നത്. ലോക്സ് ഗെയിമർ ബാക്കപ്പ് ആർമർ എടുക്കാൻ പോയിരിക്കുമായിരുന്നു. ഞാൻ RGയുടെ പുറകിലുണ്ടായിരുന്നു. മനുഷ്യരല്ലേ പുള്ളി, മണ്ടത്തരെല്ലാം പറ്റും, എല്ലാവർക്കും പറ്റുന്നതാണ്. ഞാൻ നെയിം ടാഗ് ശ്രദ്ധിക്കാൻ മറന്നുപോയി. ഞാൻ അവിടെ എത്തുമ്പോഴാണ് കാണുന്നത് ലോക്സ് ഗെയിമർ മണ്ടക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് RGയാന്ന്. ഇവിടെ ഞാൻ പുള്ളിക്ക് അനുമതി അടിച്ചിടക്കോണ്. ഇതാരാളാ? ഇവിടെ ലോക്സ് ഗെയിമർ ആണെങ്കിൽ RG. അയ്യോ, ഇത് RG ആയിരുന്നു. അതൊക്കെ ഭയങ്കര ഇത് ഇങ്ങനെ പറയുമായിരുന്നു. അതിനുശേഷം ഇവന്മാരാണ് ഇവിടെ ഭയങ്കര ഇടിപ്പൂരുമായിരുന്നു ഗൈസ്. നിങ്ങൾ തന്നെ ഉണ്ടോ? അത് വേറെ കാര്യം. ആ ഫൈറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഞങ്ങളിവിടെ ഭയങ്കര റൈസ് മത്സരമാണ്. ആദ്യം ഫസ്റ്റ് എത്തുന്ന പോലെയാണ് ഓടുന്നത്. അവിടെ RG ടോപ്പ് വേണം. ഞാൻ പറയാം, RG വല്ലതും മാരത്തോണി വല്ലതും പോയ ഫസ്റ്റ് പ്രൈസ് അവൻ ഉറപ്പാണ്. ഞങ്ങൾക്കൊക്കെ ലാസ്റ്റ് പ്രൈസ്, അവന് ഫസ്റ്റ് പ്രൈസ്. ഇതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുക RG ലെഫ്റ്റായി. അതെ, ഡാപ്പോട്ട ലെഫ്റ്റായി. അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്തു ഗൈസ്. RGനെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാൻ, കിടിലം പ്ലാൻ, നമ്മുടെ കിടിലം പ്ലാൻ നമ്മുടെ ഇത് പറയുന്നത് ഈ ലോക്സ് ഗെയിമർ പറഞ്ഞു തന്നു. അതായത് ഇവിടെ മൈൻ ചെയ്തിട്ട് അവൻ ഇവിടെ ട്രാപ്പാക്കാമെന്ന്. കാര്യം മൈൻ ചെയ്യുവാണെങ്കിൽ അവനോട് വീഴുമല്ലോ. അങ്ങനെ ഞാനും കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് മൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ നെറ്റിൻ്റെ പണി തുടങ്ങി. അത് തന്നെ നെറ്റ് ഷോക്ക് എനിക്ക് കയറാൻ തുടങ്ങി. ഇത് കണ്ട എത്ര നേരം മൈഞ്ഞിട്ട് ബ്ലോക്ക് കിട്ടാത്തതുകൊണ്ട് സഹി കിട്ടി ഞാൻ ബാക്ക് അടിച്ചിട്ട് കയറാൻ തീരുമാനിച്ചു. ആൻഡ് ഇവിടെ വെച്ച് RG കയറി. അത് തന്നെ RG വേൾഡിൽ കയറി. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഓടി. ഞാൻ എന്നിട്ട് ഈ കാര്യം പറഞ്ഞിടാ മൈൻഡ് ചെയ്തുകൊണ്ടപ്പോൾ സർവറിന് ബാക്കായി. അങ്ങനെ അവൻ ജോയിൻ ചെയ്ത് അവൻ ഓടിക്കളയുന്നു. എന്നിട്ട് അവൻ പറഞ്ഞ് അവൻ എത്ര ദൂരം വേണേലും ഓടട്ടെ, നമുക്ക് അവനെ കൊല്ലാന്ന്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ബാക്കപ്പ് ആർമർ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ആൻഡ് ഇത്ര ആർമർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വല്ല ആർമർ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കപ്പായിട്ട് എടുക്കാൻ നല്ല പ്രൊട്ടക്ഷനുള്ള ആർമേഴ്സാണ്. അങ്ങനെ ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഈ സോഡും ഇതൊക്കെ എടുത്ത് ആക്സൊക്കെ എടുത്തിട്ട് ഞാൻ RGനെ കൊല്ലാൻ വേണ്ടി വിട്ടു. ഞാൻ ലോക്സ് ഗെയിമറും കൂടെ. ആൻഡ് ഇവിടെ വെച്ച് ലോക്സ് ഗെയിമർ അവൻ്റെ എന്തൊക്കെ ആയിട്ട് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ RGനെ പൊട്ടിക്കൊല്ലാനുള്ള ദേഷ്യം നമ്മുടെ എന്താ പറയുന്നത് ലോക്സ് ഗെയിമറിന് കൂടി വന്നു. അതെ കഴിച്ച് നിങ്ങൾ കേട്ട ശരിയാണ്. 4 സ്റ്റാക്ക് ഡയമണ്ടും കുറച്ച് ഒബ്സിഡിയൻ അവൻ്റെ നിന്ന് പോയി. ആൻഡ് ഈ ദേഷ്യം കാരണം RGനെ കൊല്ലാനുള്ള ദേഷ്യം അവന് പൊട്ടി മുളച്ചിരിക്കുമായിരുന്നു ഗൈസ്. ഇവിടെ വെച്ചായിരുന്നു റോയൽ ഗെയിമിങ് ലോക്സ് ഗെയിമിങ് ഫസ്റ്റ് ടൈം കണ്ടുമുട്ടുന്നത്.
എടാ അതെന്നെ ടീ എടാ എൻ്റെ കൂട്ടുകാരനാ ഒന്നും ചെയ്യല്ലേ എൻ്റെ കൂട്ടുകാരനാ ഓ ആണാണ് ഞാൻ അവൻ്റെ ടീമിൽ വിളിച്ചോണ്ട് വന്നാ പിന്നെ പറയണ്ടേ. നമ്മൾ വിഷയം വിട്ടു പോകുന്നു ആർജിനെ കൊള്ളണം, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതിനുശേഷം കഴിച്ച് ഞങ്ങളെ നേരെ ഡിസ്കോഡി മോൻസിനെയൊക്കെ വിളിച്ചെത്തി കാര്യം പറയാൻ വേണ്ടി. മോനോസ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു കാര്യം അറിയണം. അതൊക്കെ വിട് ഗൈസ്. അതിനുശേഷം ഞങ്ങളാണെങ്കിൽ ആർജിന് തപ്പി ഇറങ്ങി. കാര്യം ഇവിടെ എൻ്റെ ടീമിൽ ലോക്സ് ഗെയിമറിന് ഭയങ്കര ദേഷ്യമായിരുന്നു. കാര്യം ആ ആർജിനെ കൊല്ലാതെ ഇവിടെ എത്തില്ല. പിന്നെ ഞങ്ങളെല്ലാം മോണിച്ചെടുത്ത് പറഞ്ഞ് ആർജിനെ കുറിച്ചുള്ള എല്ലാം ഇവരിങ്ങനെ ചോദിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മോണിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് ആർജ് ആർജ് ലെഫ്റ്റായ കോർഡിനേറ്റ് വേണമെന്ന്. ഞാൻ മോൺസ് അപ്പോൾ പറഞ്ഞത് സർവർ റൂൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എടാ സർവർ റൂൾ പീസ്ഫുള്ളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ആ റേസർ വന്ന് ഞങ്ങളുടെ ബേസിൽ കയറി ഞങ്ങൾ അടിക്കാം. അതിനൊരു റൂളും ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് അടിക്കാൻ ചെന്നാൽ റൂള് നല്ല സർവർ നല്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റൂൾസൊക്കെ. അതിനുശേഷം കഴിച്ച് ഞങ്ങൾ വില വീശാൻ തുടങ്ങി. അതായത് നിനക്ക് എന്ത് വേണമെന്ന് പറയടാ മോൾസ്, ഞാൻ കാർജിൻ്റെ കോർഡിനേറ്റ് കിട്ടിയാൽ മതിയെന്ന്. അപ്പം ഇത് കേട്ടപ്പോൾ മോൾസ് എന്തുകൊണ്ടാണെന്നറിയില്ല കോർഡിനേറ്റ് ഞങ്ങൾക്ക് തന്ന്. ഞാൻ അവൻ ചോദിച്ചതെന്നറിയാവാ വുഡ്, അത് കുറേ സ്റ്റാക്ക് വുഡിന് വേണ്ടി അവൻ ഇത് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് ആരെയും കൊല്ലണമെന്നുണ്ടെങ്കിൽ മോൾസിന് വുഡ് കീ കൊടുക്കുക, എന്നിട്ട് കൊല്ലുക. സർവർ അനാർക്കിടയായി. അതിനുശേഷം കഴിച്ച് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ലോക്സ് ഗെയിമർ ഒറ്റ ആർജിനെ കൊല്ലാൻ പോയി. ആ കുട്ടിയെ കോർഡിനേറ്റിൽ പോയി. അവിടെ അപ്പം തന്നെ ആർജി സ്പോൺ ആവുകയും ചെയ്തു. അവൻ വന്ന് ജോയിനായി. അപ്പം നേരെ എന്താ പറയുന്ന ലോക്സ് ഗെയിമർ അവനെ തട്ടി. അങ്ങനെ റിവെഞ്ച് എടുത്തു. അപ്പം അതവിടെ വെച്ച് ക്ലോസ് ആയി ഗൈസ്. 2000 years later. ഇന്നത്തെ ദിവസം പൊളിയാണ് ഗൈസ്. എന്ത് പറയാനാ, ഇന്ന് രാവിലെ ആരാടാ നീ? ആരാടാ എന്റെ ബേസി? നീ ഏതാ? ഇവൻ എന്റെ ബേസിൽ നീ ആരാടാ? ഓടാ എന്റെ ബേസില് ഓടാ. നീ ആരാ? നീ ഏതാ? കളിക്കാൻ പോണ്ടാ. നീ ഏതാ? നീ ആരാ? സത്യം പറ, നിങ്ങളോട് ചിരിച്ചില്ലേ? ചിരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഗൈസ്. ചിരിച്ചതല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും റോയൽ ഗെയിമിംഗ് കൂടെ പ്ലാൻ ചെയ്തത് ഗൈസ്. എന്ത് പ്ലാനാണെന്നറിയാമോ? മോൺസിൽ തട്ടാനുള്ള പ്ലാൻ. ഞാൻ പറഞ്ഞില്ലേ ഈ ഡിസാസ്റ്റർ കയറിയത് എന്താന്ന്, അത് മോൺസിൽ തട്ടാൻ വേണ്ടിയാണ്. മോൺസ് ഇത്രയൊന്നും കേട്ടില്ലല്ലേ? കേട്ടാണല്ലേ പൊട്ടനല്ലേ? കേട്ടെടുത്തില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സർവർ കയറിയത്. ആദ്യം മോൺസിനെ കൊല്ലും, അത് കഴിഞ്ഞ് റൈസറിനെ കൊല്ലും, അത് കഴിഞ്ഞ് സോളോനെ കൊല്ലും. ഇവർ 3 പേരെ എനിക്ക് കൊന്നാൽ മതി, ബാക്കിയുള്ളവരെ വെറുതെ വിട്ട് ഞങ്ങൾ ജീവിച്ച് പൊക്കോടെ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ സർവറിൽ പോർട്ടൽ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളുടെ ഇവിടുത്തെ ഫസ്റ്റ് പോർട്ടൽ. എല്ലാവരും ഇത്ര നേരം കൊണ്ട് പോർട്ടൽ ഉണ്ടാക്കി കാണും. ഞങ്ങൾ ഇപ്പോഴാണ് പോർട്ടൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ പോർട്ടൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പം തുടങ്ങിയതുള്ളൂ, ജസ്റ്റ് തുടങ്ങിയതുള്ളൂ. ഇപ്പം തന്നെ കഴിഞ്ഞു. ഞങ്ങൾ സൂക്ഷിച്ച് കണ്ടുമാണ് കഴിച്ച് വെക്കുന്നത്. പാട് 10 എണ്ണേ ഉള്ളൂ, അതിൻ്റെ മണ്ടക്കൊന്നുമില്ല. അതാണ് പേടി. ഞാനിത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോവുകയും ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് പറ്റിക്കാൻ വേണ്ടിയാണ് അവിടെ അത് വെച്ചത് കേട്ടോ. അവ പറ്റിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ തന്നെ കേട്ടോ. കത്തിക്ക് കത്തിച്ചോ. വെക്ക് നീ വെച്ചോ. അപ്പോൾ ഗൈസ് അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി. കാരണം ഞങ്ങളുടെ കയ്യിൽ ഗോൾഡ് ആർമറൊന്നുമില്ല. അതായത് ഗോൾഡിൻ്റെ ഹെൽമെറ്റ് വേണം, അല്ല അവന്മാർ പിടിച്ച് ഞങ്ങളെ പന്നിക്കിടും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രയുള്ളൂ. ഭയങ്കര ഒരുപാട് ലോങ്ങായി, 9 മിനിറ്റ് ഭയങ്കര ലോങ്ങാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നതിലേക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടാം, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ